ഹലോ, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ATS മോഡൽ CV എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ATS മോഡൽ CV ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് UAE ജോബ് കിട്ടുള്ളൂ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ UAE ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന രീതിയിലാണ് നമുക്ക് UAE നമ്മുടെ CV റിജക്റ്റ് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ നമ്മുടെ CV എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ CV ATS മോഡലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ATS മോഡൽ CV മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫാൻസി ടെംപ്ലേറ്റ്സോ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻസോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ ടേബിൾസ്, പിന്നെ ടെക്സ്റ്റ് ബോക്സസ്, കോളം പോലെ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. വളരെ സിമ്പിളായിട്ട് പ്രൊഫഷണലായിട്ടാണ് ഒരു ATS മോഡൽ CV നമ്മൾ മേക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ CVയിൽ ഒരു ഹെഡ്ലൈൻ അതിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ചില CVകളിലൊക്കെ മൈ ജേർണി അല്ലെങ്കിൽ വാട്ട് ഐ ബ്രിങ് അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഹെഡ്ലൈൻസ് കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും യൂസ് ചെയ്യാതെ സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്യുക. അതെന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, സ്കിൽസ്, പ്രൊഫഷണൽ സമ്മറി അങ്ങനെ സ്റ്റാൻഡേർഡ് ഹെഡ്ലൈൻസ് അതിൽ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫോണ്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മുടെ വളരെ ക്ലിയറായിട്ട് നമ്മൾക്ക് ആ CV പ്രൊഫഷണൽ ലുക്ക് വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോണ്ട് നമ്മളതിൽ ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ATS മോഡലിൽ CV മേക്ക് ചെയ്തതിന് ശേഷം നമ്മളത് സേവ് ചെയ്യുമ്പോൾ PDF മോഡലിലായിട്ടൊക്കെ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് JPG അല്ലെങ്കിൽ ഇമേജ് ടൈപ്പിലൊന്നും സേവ് ചെയ്യാതെ നമ്മളൊരു PDF രീതിയിൽ തന്നെ സേവ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതൊക്കെയാണ് ATS മോഡൽ CVയിൽ നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ കീവേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ എൻ്റെ ATS മോഡൽ CV മേക്ക് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സ്പേർട്ടായിട്ടുള്ളൊരു ATS മോഡൽ CV മേക്കറിനെ കൊണ്ടായിരുന്നു. അതുപോലെ UAE പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ഒരു എക്സ്പേർട്ടായിട്ടുള്ള CV മേക്കറിനെയും കൊണ്ട് CV മേക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷനിൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതിയാവും.